പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ ചിരിനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനത്തെ കൂടെ അറിയിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ ഇയ്യോബ് പറയുന്നു, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ദൈവത്തെക്കുറിച്ച് കേൾക്കുകയെന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകുന്നതെങ്കിൽ ദൈവത്തെ നാം കാണുമ്പോൾ എന്ത് ഭാഗ്യമായിരിക്കും. തൻ്റെ ഭക്തൻ പറയുന്നു, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ദൈവത്തെ അറിയുകയും ദൈവത്തെ കാണുവാൻ ലഭിക്കുന്നതുമാണ്. മോശയോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ലോകം നമ്മെ അടുത്തറിഞ്ഞില്ല എങ്കിലും, നമ്മോട് കൃപ തോന്നിയില്ല എങ്കിലും ദൈവം നമ്മെ അറിയുകയും ദൈവത്തെ നാം അറിയുകയും ചെയ്യുന്നത് എത്ര ഭാഗ്യമാണ്. നമ്മെ അടുത്തറിയുവാൻ ആഗ്രഹിക്കാത്ത സ്നേഹിതർ, ആരൊക്കെയോ പറഞ്ഞു കേട്ടത് വിശ്വസിച്ചുകൊണ്ട് നമ്മെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു നടക്കുമ്പോൾ നമുക്കെന്തുമാത്രം വേദനയുണ്ടാകും. പ്രിയ ദൈവവേദിലേ, നമ്മെ അടുത്തറിയാത്തവരും നമ്മെ നന്നായി മനസ്സിലാക്കുവാൻ ശ്രമിക്കാത്തവരും അരങ്ങ് തകർക്കുമ്പോൾ നമ്മെ അടുത്തറിയുന്നവനും നമ്മോട് കൃപ തോന്നുന്നവനുമായ ഒരു ദൈവം ഈ പ്രഭാതം നമ്മോട് കൂടെയുണ്ട്. നാം മറ്റുള്ളവർക്ക് വേണ്ടി എത്ര ആത്മാർത്ഥതയോടെ അധ്വാനിച്ചാലും ശുശ്രൂഷിച്ചാലും നമുക്ക് വേണ്ടി ആരുമൊന്നും കരുതി വെക്കണം എന്നില്ല. യാക്കോബ് 20 വർഷം വളരെ ആത്മാർത്ഥതയോടുകൂടെ ലാബാനെ സേവിച്ചു. എന്നാൽ അവൻ തന്നെ ചതിക്കുക മാത്രമാണ് ചെയ്തത്. ഇന്നും ലോക മനുഷ്യർ ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? വിവിധ കാരണങ്ങളാൽ നമുക്ക് നേരിടുന്ന പരീക്ഷകൾ ദൈവം അറിയുന്നതിനോടൊപ്പം അതിൽ നിന്നും നമ്മെ ഉദ്ധരിക്കുവാനും ദൈവം ശക്തനാണ്. ഏതൊരു മനുഷ്യനും ഹൃദയത്തിൽ ചിന്തിക്കാത്ത വിധത്തിൽ ദൈവം തൻ്റെ പ്രവൃത്തി അയച്ച് നമ്മെ വിടുവിക്കുകയും ചെയ്യും. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നമുക്ക് വേണ്ടി അത് കരുതി വയ്ക്കുന്നു. നമ്മുടെ ആവശ്യം ഇന്നതെന്ന് ദൈവം അറിയുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്രേ വേണ്ടത് എന്നാണ് തിരുവചനം നമ്മെ ആശ്വസിപ്പിക്കുന്നത്. ആകയാൽ ഈ പ്രഭാതം വാസ്തവമായും നാം ദൈവത്തെ അറിയുകയും ദൈവം നമ്മെ അറിയുകയും ചെയ്യുകയാണെങ്കിൽ തൻ്റെ ഭക്തനായ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നഷ്ടമായത് ഇരട്ടി നൽകിയതുപോലെ, ആമേൻ സ്തോത്രം, ഇയ്യോബിനെ ആദരിച്ചതുപോലെ നമ്മെയും ഈ പ്രഭാതത്തിൽ ആദരിപ്പാൻ ദൈവം ശക്തനാണ്. ആയതിനാൽ അവൻ ദൈവകരങ്ങളിൽ പ്രാർത്ഥനയോടുകൂടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമേൻ വിശുദ്ധിയോടെ, വിശ്വസ്തയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ, ഉപവാസങ്ങളോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തെ ഇന്ന് പ്രഭാതം നമുക്കും നന്നായി അറിയുവാനും കഴിഞ്ഞ നാളുകളിൽ ആമേൻ കേട്ടതിനേക്കാൾ, ആമേൻ രുചിച്ചതിനേക്കാൾ, തൊട്ടതിനേക്കാൾ അധികം ദൈവത്തെ അറിയുവാൻ ഈ പ്രഭാതം സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കും. ലോകം നമ്മെ അറിയാതിരിക്കുമ്പോൾ, ലോക മനുഷ്യർ നമ്മെ അറിയുവാൻ ആഗ്രഹിക്കാതിരിക്കുമ്പോൾ, പ്രിയ ദൈവവേദിലേ, ഇന്ന് പകൽക്കാലം ആരും അറിഞ്ഞില്ല എങ്കിൽ ആമേ സ്തോത്രം, ഹല്ലേലൂയ, നമ്മെ അറിയുന്നൊരു ദൈവമുണ്ട്, നമ്മെ കരുതുന്നൊരു ദൈവമുണ്ട്. ആമേൻ. നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവം, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യും. കർത്താവെ, മാതാപിതാക്കളെ മക്കൾ അറിയാതിരിക്കുമ്പോൾ, സഹോദരങ്ങളെ അറിയാതിരിക്കുമ്പോൾ, കർത്താവെ തൻ്റെ ഭക്തന്മാരെ ആമേ സ്തോത്രം, കർത്താവെ സ്നേഹിതർ അറിയാതിരിക്കുമ്പോൾ, കൂട്ടു സഹോദരങ്ങൾ അറിയാതിരിക്കുമ്പോൾ, ആമേൻ അറിയുന്നൊരു ദൈവം ആമേൻ ഈ പ്രഭാതമുള്ളതിനായി സ്തോത്രം. ഞങ്ങളെ അറിയുന്ന ദൈവത്തെ ആരാധിപ്പാൻ ആമേൻ സ്തോത്രം, ഞങ്ങൾക്ക് ആമേൻ നന്നായി അറിയുന്നൊരു ദൈവത്തെ ആമേൻ ഞങ്ങൾക്ക് ആരാധിപ്പാനും സേവിപ്പാനും ലഭിച്ച വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യും. ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കായി, എൻ്റെ ഭക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. എല്ലാവരെയും മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മഹത്വം പങ്കെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ.
ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.